പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഗസ സമാധാന ധാരണ സംബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിശദീകരണം നൽകി. സുസ്ഥിര സമാധാനം മേഖലയിൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. എല്ലാ തരത്തിലുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടങ്ങളിൽ ഒന്നിച്ച് നിലയുറപ്പിക്കുമെന്നും ഇരു നേതാക്കളും പരസ്പരം ഉറപ്പു നൽകി. ഭാരത ഇസ്രായേൽ ബന്ധം ശാക്തീകരിക്കുന്നതിന് മുൻഗണന നൽകേണ്ട വിഷയങ്ങളും ചർച്ച ചെയ്യാം. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഒരുപാട് ഡെവലപ്മെന്റ്സ് നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാവുന്നതാണ്, ഈ വരുന്ന ദിവസങ്ങളിൽ രണ്ടാം ഘട്ട സമാധാന ധാരണയിലേക്ക് ഇസ്രായേൽ ഗാസ സംഘർഷം കടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള പ്രത്യേക സമിതിയെ രൂപീകരിക്കുക, അതായത് ട്രാൻസിഷൻ സംവിധാനത്തെ രൂപീകരിക്കുക എന്ന തീരുമാനം നടക്കുന്നുണ്ട്. അതുപോലെ പീസ് കമ്മിറ്റി എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സംവിധാനത്തെ തയ്യാറാക്കുക എന്ന തീരുമാനങ്ങളുണ്ട്. അതിലേക്കുള്ള നടപടികളുടെ ഭാഗമായി വലിയൊരു മുന്നേറ്റത്തിനുള്ള സാധ്യത തുറക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ച നടത്തിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളും അതിനോടൊപ്പം ഉണ്ടാകും. അതായത് സമാധാന ധാരണ സംബന്ധിച്ച് ഭാരതം എടുത്ത നിലപാടുകളും അത് കൃത്യമായ നിലപാടുകളുടെ, അതായത് സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച നിലപാടുകളെല്ലാം തന്നെ ചർച്ചയായ ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലെല്ലാം കൂടിയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ചകൾ നടത്തിയത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശാക്തീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ നയതന്ത്ര ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരതത്തിന്റെ ഊന്നുന്ന ഘടകമായ ഭീകരവിരുദ്ധ നിലപാടുകൾ ശക്തമായി തുടരുന്നതിനുമുള്ള ഒരു ധാരണയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉറപ്പും ഇരു രാജ്യങ്ങളും തമ്മിൽ നൽകി എന്നതാണ്. നമുക്കറിയാവുന്നതാണ്, ഭീകരതയുടെ ഏത് തരത്തിലുള്ള ഒരു അവതരണങ്ങളെയും അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യത്തെയും ശക്തമായി എതിർക്കുക എന്ന കൃത്യമായ നിലപാടാണുള്ളത്. സ്വാഭാവികമായും ഭീകരതയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രാജ്യങ്ങൾ എന്ന നിലയിൽ ഇസ്രായേലിനും ഭാരതത്തിനും അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകളുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചത്. ഇന്നും ട്രംപ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. മോദി എന്നെ സാറൊന്ന് വിളിച്ചു, എൻ്റെ അടുത്തേക്ക് വന്നു, മോദി അത്ര സന്തോഷവാനല്ലെന്ന് എനിക്കറിയാം, അങ്ങനെ എന്തൊക്കെയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ഒരു പല മേഖലകളിലും, കൃത്യമായി പറഞ്ഞാൽ ട്രേഡ് രംഗത്ത് വലിയ രീതിയിലുള്ള ചില അകൽച്ചയുണ്ട്. ആ ഒരു അർത്ഥത്തിൽ അമേരിക്കയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇസ്രായേൽ. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു സഹോദര രാജ്യം പോലെ കാണാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇസ്രായേൽ. അപ്പം ഈ ഒരു സാഹചര്യം കൂടി ഒന്ന് വിലയിരുത്തിയാൽ എങ്ങനെയിരിക്കും? തീർച്ചയായും ഇരു രാജ്യങ്ങൾ, അതായത് ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെയധികം ശാക്തീകരിക്കപ്പെട്ട 10 വർഷങ്ങളാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറി 10 വർഷത്തിനിടെ വൻതോതിൽ ശാക്തീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാവുന്നതാണ്, ഇസ്രായേലിലെ പൂന്തോട്ടത്തിലെ ഒരു പ്രത്യേക റോസാ പുഷ്പത്തിനെ പ്രധാനമന്ത്രിയുടെ പേര് നൽകുന്നത് ഉൾപ്പെടെ ഭാരതത്തിനുള്ള അംഗീകാരം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പല രീതിയിലുള്ള നേട്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. തീർച്ചയായും ഈ ഒരു സാഹചര്യം വളരെ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മനസ്സിലാക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. തീർത്തും ഈ എണ്ണ വിപണനം സംബന്ധിച്ചും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ചുമുള്ള ഒരു തർക്കം മാത്രമാണ് ഭാരതവുമായി അമേരിക്കയ്ക്കുള്ളത്. സ്വാഭാവികമായും അമേരിക്കയുടെ ഈ നിലപാടിനെ ഒട്ടും അംഗീകരിക്കാനാവില്ല, ഭാരതത്തിന്റെ ആഭ്യന്തര വിഷയമാണത് എന്ന ഒരു നിലപാടിലാണ് ഭാരതം തുടരുകയും ചെയ്യുന്നത്. അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഭാരതവുമായി ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നേരെ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ട്രംപുമായുള്ള ബന്ധം ഉലച്ചിലാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും ട്രംപുമായുള്ള സൗഹൃദം പ്രധാനമന്ത്രി നിലനിർത്തുന്നുണ്ട് എന്ന് അതേസമയം തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനുള്ള ഒരു ധാരണയുടെ ഭാഗമായി കൃത്യമായ മുന്നേറ്റങ്ങളും നടപടികളും ഉണ്ടാകും. ഒരുപക്ഷെ അത് സ്വതന്ത്ര വ്യാപാര കരാർ ഭാരതവുമായുള്ള ചർച്ച അത് നിന്നുപോയ ഒരു സാഹചര്യമുണ്ട്. 5ാം ഘട്ട റൗണ്ട് ചർച്ച നിന്നുപോയ ഒരു സാഹചര്യമുണ്ട്. സെപ്റ്റംബറിൽ അത് നടക്കേണ്ടതായിരുന്നു. പക്ഷേ അത് നടക്കാതിരുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ അതെല്ലാം പരിഹരിക്കണമെന്ന ആഗ്രഹം അമേരിക്കയ്ക്ക് ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും റഷ്യയുമായുള്ള ഇടപെടൽ ഭാരതം അടുക്കുന്നത് പ്രതിരോധിക്കുക എന്നൊരു നീക്കവും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ റഷ്യയും ചൈനയും തമ്മിലുള്ള ഭാരതവും തമ്മിലുള്ള ശക്തമായ ബന്ധം ഈ ഏഷ്യൻ മേഖലയിൽ അതിശക്തമായ ഒരു സാന്നിധ്യമായി വരുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാനിൽ ഊന്നൽ നൽകാനും പാകിസ്ഥാനിൽ നിലയുറപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യയെ കൃത്യമായി
എതിർക്കുകയും അതേസമയം റഷ്യയുടെ പ്രത്യേകിച്ച് ചില നിലപാടുകൾ എതിർക്കുകയും യുദ്ധക്കുതിയന്മാരാണ് റഷ്യ എന്ന നിലപാടിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുക. ആ വഴിയിലൂടെ ഭാരതത്തെ പിന്തിരിപ്പിക്കുന്ന നീക്കം നടത്തുക, എണ്ണ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഭാരതത്തിന്റെ സ്വയം പര്യാപ്തതയിൽ ഇടപെടുക എന്നീ പ്രശ്നങ്ങളൊക്കെയാണ് ട്രംപ് ഉന്നയിക്കുന്നതെങ്കിലും ഇതെല്ലാം തന്നെ അപ്രായോഗികമാണ് എന്ന നിലപാടാണ് ഭാരതത്തിനുള്ളത്. വ്യക്തമാണ്. ഐസൻ കൃത്യമായ വിശദീകരണമാണ്, റിപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രതിനിധി ഐസൻ ജോസ് നൽകിയത്.